Hi dears, welcome to Race Education. Yes, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Analyze the statement and answer the question. Statement വായിക്കാം. Human being have a 23 pairs of a chromosome of which one set is inherited from mother and other from the father എന്നുള്ളതാണ്. So how can you classify these chromosome based on the function എന്നുള്ളത് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ എത്രയാണ് 46 chromosomes ആണുള്ളത്, അഥവാ 23 pair of chromosome. ഇതിലെങ്ങനെയാണ് based on the function അല്ലേ, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ്, another one is the autosomes ആണ്, അഥവാ സൊമാറ്റിക് ക്രോമസോം. എന്താണ്? ഓട്ടോസോംസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇതിൽ നമ്മൾ എത്രയാണ്? യെസ്, 22 അല്ലെ, 22 വരെയുള്ളത് നമ്മുടെ ഓട്ടോസോംസ് ആണ്. ആൻഡ് ഓൾസോ 23 അല്ലെ, 23rd അല്ലെ പെയർ ഓഫ് എ ക്രോമസോം എന്ന് പറയുന്നത് 6 chromosomes ആണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? അപ്പൊ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഈസ് ദ 23rd പെയർ ഓഫ് എ ക്രോമസോം സെയിം ഇൻ ഓൾ ഇൻഡിവിജ്വൽ എന്നാണ് ചോദിച്ചത്. യെസ്, ഡെഫിനറ്റ്ലി എന്താണ്? നോ ആണ്. കാരണം എന്താ? യെസ്, മെയിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ XY ആയിരിക്കും, ആൻഡ് ഫീമെയിലിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ XX ആണ്. അപ്പൊ ഡിഫറെന്റ് അല്ലേ? യെസ്, മെയിലിന് എന്താണ്? യെസ്, Y എന്ന് പറയുന്ന ക്രോമസോം ഉണ്ട്. സോ ഈ Y ആണ് ആക്ച്വലി എന്താ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അഥവാ മെയിൽ ആവണോ ഫീമെയിൽ ആവണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നോ ആണ് ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഈ ഒരു പോർഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, 23rd പെയർ രണ്ടാളുകളിലും ഡിഫറെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ കൃത്യമായിട്ട് സൊമാറ്റിക് ക്രോമസോമുകളും 6 ക്രോമസോമുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Observe the illustration related to the protein synthesis and answer the question. DNA തന്നിട്ടുണ്ട്, mRNA and protein അല്ലേ. സോ ഈ ഒരു പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. യെസ്, നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഒരു ഫിഗർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ഇതൊരു സെല്ലാണ്, ഇത് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസിനകത്താണ് DNAs കാണപ്പെടുന്നത് അല്ലെ. സോ ഈ DNAs എന്താവുന്നുണ്ട്? സെയിം കോപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് mRNA എന്ന് പറയുന്നത്. കോപ്പിയിങ് ഓഫ് DNA is known as a mRNA. This process is transcription. അപ്പോൾ ഇവിടെ എന്താ വരിക? യെസ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ, അതായത് DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്. ഫൈൻ. യെസ്, അടുത്തത് എന്താ? യെസ്, mRNA ഉണ്ടായി കഴിഞ്ഞാൽ മെല്ലെ ഇതാണല്ലേ ന്യൂക്ലിയസിന്റെ ആ ന്യൂക്ലിയർ പോസ് കാണുന്നുണ്ട്, ഇതാണ് പോസ്. സോ ആ പോസിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു? സൈറ്റോപ്ലാസത്തിലേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സെല്ലാണ്, ന്യൂക്ലിയസ് ആണ്, ഇതിന്റെ ഉള്ളിലാണ് DNA ഉണ്ടാവുക, ഇവിടെയാണ് mRNA സിന്തസിസ് നടക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന്റെ പുറത്തേക്കാണ് വരുന്നത്, അഥവാ സൈറ്റോപ്ലാസം ആണ് അല്ലെ. ഇവിടെയുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ആയുള്ള സ്പേസിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സോ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. ഓക്കെ, യെസ്. പിന്നെന്താ? ഒരുപാട് അമിനോ ആസിഡുകൾ അല്ലെ. സോ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ആവുന്നു. എവിടുന്നാ ഉണ്ടാവുന്നത്? യെസ്, ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന mRNA ബേസ് ചെയ്തിട്ടാണ്. mRNA ഫുൾ ഇൻഫോർമേഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ അതാ ചോദിച്ചേ, mRNA നിന്ന് പ്രോട്ടീൻസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. ദാറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ. എന്താണ്? ട്രാൻസ്ലേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. RNA are essential for this process, explained based on their function എന്നാണ് അല്ലെ. RNA എസെൻഷ്യൽ ആണോ എന്നുള്ളത് ഡെഫിനറ്റ്ലി എസെൻഷ്യൽ ആ. കാരണം DNA ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ DNAയിൽ നിന്ന് RNA കോപ്പി ചെയ്യുന്ന ടൈപ്പ് ഓഫ് RNA ആണ് ആര്? mRNA എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഓക്കെ, mRNA മാത്രമാണുള്ളതല്ല, വേറെ ടൈപ്പ് ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ്? യെസ്, tRNAs ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് rRNA എന്ന് പറയുന്നത്. എന്താണ്? rRNA. അപ്പൊ 3 ടൈപ്പ് RNAs ആണുള്ളത്. ഓർത്തിരിക്കുക, ഏതൊക്കെയാണ്? tRNA ഉണ്ട്, mRNA ഉണ്ട്, അതേപോലെ തന്നെ rRNA ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ഒരു ഫിഗർ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഒരു അമിനോ ആസിഡ് കൊണ്ടുവരുന്നത് കണ്ടോ. സോ കൊണ്ടുവരുന്നത്, അതായത് ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ് ദാറ്റ് ബൈ ദ tRNA. mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കോപ്പി ചെയ്യുന്നതാണ് mRNA. ആൻഡ്
rRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ പ്രോസസ്സിന് എന്താ പ്രോസസിറ്റിവിറ്റിക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് rRNA അഥവാ റൈബോസോമൽ RNA. അപ്പൊ 3 ടൈപ്പുകളും ആൻഡ് ഓൾസോ അതിന്റെ ഫങ്ഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is correct arrangement of a component of a RNA nucleotide? അല്ലേ, സോ RNA ന്യൂക്ലിയോടൈഡ് നമുക്കറിയാം എന്താ പോളിന്യൂക്ലിയോടൈഡുകളാ അല്ലെ. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്, ഇതാണ് 2, ഇത് 3, അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് RNA ആയിക്കോട്ടെ DNA ആയിക്കോട്ടെ ഉണ്ടാവുന്നത്. സോ ഒരു യൂണിറ്റ് അല്ലെ, ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാവും, ഒരു നൈട്രജൻ. അപ്പൊ ഓർത്തിരിക്കുക എന്താണ്? യെസ്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ ഒരു ഷുഗർ മോളിക്യൂൾ ആണ്, അത് കഴിഞ്ഞാൽ എന്താണ്? യെസ്, നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആലോചിക്കുക RNA എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടാവുക? അഡിനിൻ, ഗ്വാനിൻ ഉണ്ടാവും, സൈറ്റോസിൻ ഉണ്ടാവും, യുറാസിലാണ് ഉണ്ടാവുക. ആൻഡ് DNA ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. യെസ്, ഫോസ്ഫേറ്റ്, റൈബോസ്, യുറാസിൽ എന്നാ കൊടുത്തിട്ടുള്ളത്? കറക്റ്റ് അല്ലേ? യെസ്, ഇതാ ഫോസ്ഫേറ്റ്, റൈബോസ്, ഇവിടെയുള്ള എന്താ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഷുഗർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ കറക്റ്റ്. യുറാസിൽ RNA ഉള്ളതാണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ്. അടുത്തത് എന്താ? അഡിനിൻ, ഫോസ്ഫേറ്റ്, റൈബോസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഡർ തെറ്റാലേ? യെസ്, അപ്പൊ ദിസ് ഈസ് ദ റോങ്. ഫൈൻ. അടുത്തത് എന്താ? നിങ്ങൾ ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി, ഈ ഒരു ഓർഡറിലാണോ എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് റൈബോസ്, ഫോസ്ഫേറ്റ്, സൈറ്റോസിൻ, ആൻഡ് ദിസ് ഓൾസോ റോങ് ആണ്. സോ ഫോസ്ഫേറ്റ് എന്താ സെൻട്രലാണ് വന്നിട്ടുള്ളത്, എല്ലാ ഫോസ്ഫേറ്റ് എൻഡിലാണ് വരിക. ഫൈൻ. അടുത്തതാണ് എന്താ? ഫോസ്ഫേറ്റ്, റൈബോസ്, ഗ്വാനിൻ. കറക്റ്റ് അല്ലേ? യെസ്, ഗ്വാനിൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി RNA ആണ്. അപ്പൊ നിങ്ങൾ നോക്കല്ലേ, ഒന്നും റൈറ്റ് ആണ് ആൻഡ് ഓൾസോ 4ഉം റൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, 1 റോങ്, 2 റോങ്, അല്ലെങ്കിൽ 3 റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക 1ഉം 4ഉം. എന്നിട്ട് ആ ഒരു ഓപ്ഷന് താഴെ ഉണ്ടോ നോക്കിയാൽ മതി. യെസ്, 1 and 4 എന്നുള്ളത് കറക്റ്റ് എന്നുള്ളത് ഇവിടെയാണുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യെസ് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൃത്യമായിട്ട് RNAയും DNAയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും ഏതൊക്കെയാണ് നൈട്രോജൻ ബേസസും അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോവണേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ കോളം 1 വിത്ത് ദ കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ അലീലിസം ആണ് അല്ലെ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോർ ദാൻ 2 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. കണ്ടോ, എ സിംഗിൾ ജീൻ വിത്ത് മോർ ദാൻ 2 അലീൽ അല്ലെ. സോ മോർ ദാൻ യൂഷ്വലി എങ്ങനെയാ മെന്റൽ പറഞ്ഞേ? യെസ്, ഒരു ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ ടോൾ ആണെന്ന് വിചാരിക്കല്ലേ. ടോൾ ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് 2 അല്ലീല ഉണ്ടാവുക. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ. യെസ്, എപ്പോഴും എന്താണ് 2 അല്ലീലാണ് ഉണ്ടാവുക. പക്ഷെ മോർ ദാൻ 2 അല്ലീൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ. അപ്പൊ ജോയിൻ ചെയ്യുക. മൾട്ടിപ്പിൾ മീൻസ് മോർ ദാൻ 2. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം അല്ലെ. പോളിജെനിക്. പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നുള്ളത് അർത്ഥമാണ്. സോ മോർ ദാൻ 1 ജീൻ ദാറ്റ് കൺട്രോൾ ദ ട്രേറ്റ്സ് അല്ലെ. പോളി മെനി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. സോ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ട്രേഡ് എക്സ്പ്രഷൻ ഈസ് ഗവേൺ ബൈ ദ സിംഗിൾ പെയർ ഓഫ് എ അല്ലീൽ അല്ലെ. കണ്ടോ, ദിസ് ഈസ് ദ 1 പെയർ എന്ന് പറയുന്നത്. 1 പെയറിൽ എന്താണ്? യെസ്, 2 അല്ലീൽസ് ആണ് ഉണ്ടാവുക അല്ലെ. ദിസ് ഈസ് ദ ഒരു അല്ലീൽ, ദിസ് ഈസ് ദ അനദർ വൺ. ഇതെന്താണ്? വേറൊരു പെയർ ആണ് അല്ലെ. സോ ഇവിടെയും കണ്ട ഒരു അല്ലീൽ 2 അല്ല. അപ്പൊ മനസ്സിലാക്കുക 1 പെയർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പെയർ ആണ്, അല്ലെങ്കിൽ എന്താ 2 അല്ലീൽസ് എന്നുള്ള. അപ്പൊ 1 പെയർ അല്ലെങ്കിൽ സിംഗിൾ അല്ലെ, 2 അല്ലീലുകളാണ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇനി നമുക്ക് നോക്കാം. യെസ്, 1 എന്ന് പറയുന്നത് എങ്ങോട്ടാ വരുന്നത്? യെസ്, 1 എന്ന് പറയുന്നത് 2 ആണ്, P എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് Q എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ആറല്ലേ 3 ആണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു പോർഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ കാണാം. ആൻഡ് സീ യു.